കോടിക്കണക്കിന് രൂപയായിട്ട് ഇങ്ങോട്ട് വരാൻ നല്ല രസമായിരിക്കും. അറബികളല്ലേ, അറബിയൊക്കെ എന്താ വരാം. അൽ അറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖാ. ഖുർആൻ തന്നെ പറഞ്ഞതാണ് അറബികൾ ഏറ്റവും വലിയ കുഫറിന്റെയും നിഫാഖിന്റെയും ഉടമകളാണെന്ന്. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. അറബികൾ ചെയ്യുന്നതാണ് നമ്മുടെ മാതൃക. അറബികളെ നോക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ നേതാവ് റസൂലുള്ളാഹിയാണ്. നമ്മുടെ നേതാവ് അറബികളല്ല. പരിശുദ്ധമായ ഖുർആനിനെയും പരിശുദ്ധമായ ഹദീസുകളെയും തേജോവധം ചെയ്തിട്ട് അവിടെ ബാറുകളും ഡാൻസുകളും ലോട്ടറികളും ഒക്കെ കൊണ്ടുവന്നിട്ട് ലോകം അവസാനിക്കണ്ടേ, ഖിയാമത്ത് വരണ്ടേ, പിന്നെ കഅബ ശരീഫ് പോലും ബലീമസമാകുന്ന അവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും കേട്ടോ, അന്ന് മദീന മുനവ്വറയിലൂടെ പേപ്പട്ടികളും പട്ടികളും കേറി അലഞ്ഞു തിരിയുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇന്ന് ആ പരിശുദ്ധമായ മദീനയിലെ നോൺ മുസ്ലിം നോട്ട് അലൗഡ് എന്ന ബോർഡ് എടുത്തു മാറ്റിയത്. എല്ലാവരും അവിടേക്ക് കയറി ഇറങ്ങുകയല്ലേ. അങ്ങനെ വന്ന് ലോകം അവസാനിക്കുന്ന സമയത്ത് പേപ്പട്ടികളും പട്ടികളും അവിടേക്ക് കയറി ഇറങ്ങാതെ ലോകം അസ്തമിക്കുകയില്ല മക്കളെ. അതിന്റെ തുടക്കമായിരിക്കാം എന്ന് നമ്മൾ ഈ കാണുന്ന പേക്കൂത്തുകൾ. ഇതൊക്കെ വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. അവിടെ ബാർ വന്നു, ഇവിടെ കള്ള് വന്നു, അവിടെ കള്ളു കൊടുക്കുന്നു, അവിടെ പെണ്ണുങ്ങൾ ഡാൻസ് ആടുന്നു, അവിടെ പലിശ. ഇത് വരണല്ലോ, ലോകം അസ്തമിക്കണ്ടേ. ഇത് വന്നാലേ ലോകം അസ്തമിക്കുള്ളൂ. അതുകൊണ്ട് സൗദിയിൽ നിന്ന് എടുത്തതാണ് ഈ വണ്ടി. അത് ലോണാണ്, അവിടെ കൊടുക്കുന്ന ലോണ്. അവര് ഖുർആൻ പഠിച്ചവരല്ലേ, അവര് ഹദീസ് പഠിച്ചവരല്ലേ. മോനെ, അവരല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിയാണ് നമുക്ക് നാളെ ശഫാഅത്ത് തരേണ്ടത്. ആ റസൂലുള്ളാഹി നിനക്കൊരു ലോൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വട്ടം നിനക്കെടുക്കാം. നമ്മളൊരു വണ്ടി, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു മിനി കൂപ്പർ എടുത്താൽ കൊള്ളാന്ന്. കാരണം ഈ വാള് പറഞ്ഞ് ഓടി നടക്കാം. ഇന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് ത്യാഗം സഹിച്ച് KSRTC ബസ്സിലൊക്കെ കയറി വന്നത്. ഉറങ്ങാൻ വയ്യാതെ ഇവിടെ വന്ന് കിടന്നാ ഉറങ്ങിയത്. ഒരു മിനി കൂപ്പർ ഉണ്ടെങ്കിൽ ഷൂഷു എന്ന് പറക്കാൻ. ഇച്ചിരി പൈസ കിട്ടിയിരുന്നേ പലിശക്ക് എടുത്ത് നമുക്ക് ചെയ്യാമായിരുന്നു. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞായിട്ടെങ്കിലും കണ്ടില്ല. വാളന്മാർ വേണമെങ്കിൽ ഇച്ചിരി എടുത്തെന്ന് പറഞ്ഞ് അതീത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ റാഹത്തിട്ട് പോയി എടുത്തേനെ. എന്തിനാ ഈ പഴയ തുരുമ്പ് വണ്ടി കൊണ്ട് നടക്കുന്നത്? ഈ പൈസ വേണ്ടേ? ഈ പലിശ പഴയ വണ്ടി കൂടെ 10 വർഷം പഴക്കമുള്ള വണ്ടി എന്റെ വണ്ടി. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. പേടിച്ചിട്ട് ഒരു വണ്ടി എടുക്കണം, 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ മതി, 10 ലക്ഷം പിന്നെ അടച്ചാൽ മതി. ഇടി അവിടെ കിട്ടും. ഇവിടെ ആർക്കും ഒന്നും പറയില്ല. ഞാൻ കുഞ്ഞിരുന്ന് ഇടി കൊള്ളണം. കുനിച്ചിരുന്ന് ഇടിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പൊ അല്ലേ അത്? കൊള്ളാം, അടി കിട്ടട്ടെ. അയാൾ കുറെ കിടന്ന് അവിടെ കളിച്ചല്ലേ. നടക്കില്ല. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ആ പൈസ ഒന്നും വേണ്ട, ഉള്ളത് മതി. അൽഹംദുലില്ലാഹ്, ഉള്ളത് മതി. പക്ഷേ ഒരു കാലം വരെ റസൂലുള്ളാഹി പറഞ്ഞു, യഅതി അലന്നാസി സമാൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ആകില റിബാ ഫമൻ ലം യഅകുൽ മിനർ റിബാ അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി. നബിയുനാ റസൂലുള്ളാഹി ഒരു കാലം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും സഹാബത്തേ, അന്ന് പലിശ തിന്നാത്തവരായി ആരും കാണില്ല കേട്ടോ. ആരെങ്കിലും അല്ലാഹയെ പേടിച്ചിട്ട് പലിശ ഉപേക്ഷിച്ചാൽ അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ സുബഹി നമസ്കരിച്ചിട്ട് പാവപ്പെട്ട ഒരു കിളവൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാ പോകുന്നത്. ചെറ്റ വീടാണ്, ചെറിയ കുടിലാണ്, പലിശയുമായി ഒരു ബന്ധമില്ല, ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലുമില്ല, സാധുവാണ്. കച്ചവടത്തിന് വേണ്ടി മാർക്കറ്റിലേക്ക് പോകാൻ 2 കുട്ടികൾ KSRTC ബസ്സിൽ കൈ കാണിച്ച് കയറിയിട്ട് 20 രൂപ കൊടുത്ത് കായംകുളം മാർക്കറ്റിൽ ഇറങ്ങുമ്പോ അയാൾ ഒരു പലിശയുമായി ബന്ധമില്ല. പക്ഷേ KSRTC എടുത്തിരിക്കുന്ന മൊത്തം കിഫ്ബിയുടെ പൈസ കൊണ്ടാണ്, പലിശ പണം കൊണ്ടാണ്. ഈ പൈസ പലിശയുടെ വണ്ടിയിലാണ് ഉപ്പാ നിങ്ങൾ യാത്ര ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിന് തെറ്റ് പറ്റിയിട്ടില്ല കേട്ടോ. ഒരു കാലം വരെ പലിശ തിന്നാത്തവൻ പോലും പലിശയുടെ പൊടിയെങ്കിലും തട്ടാതിരിക്കൂല. KSRTC ബസ്സിൽ ഫുൾ പൈസ കൊടുത്തു. ഇവിടുന്ന് നമ്മൾ വലിയ ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങനെ കടന്ന് എറണാകുളം, കോഴിക്കോട്, കൊല്ലമൊക്കെ പുഷ് ബാക്ക് സീറ്റിൽ വലിയ സ്മോൾ സ്ലീപ്പർ കിടന്നു പോകുന്ന ബസ്സല്ല. ഫുൾ പൈസ കൊടുത്തെടുത്തു. നമ്മൾ ഫുൾ പൈസ കൊടുത്ത ടിക്കറ്റ് എടുത്ത്
നമ്മൾ ഫുൾ പൈസ കൊടുത്ത ടിക്കറ്റ് എടുത്തത്, പക്ഷെ വണ്ടിക്കാരെ ഫുൾ പൈസ കൊടുത്തിട്ടില്ല. പകുതി ലോൺ കാരണ ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ താമരശ്ശേരി വെച്ച് പിടിച്ചോണ്ടും പോകാം CC അടച്ചിട്ട്. നമ്മൾ പിന്നെ അവസാനം വെളി കിടക്കേണ്ടി വരും. പക്ഷെ റസൂലുള്ള പറഞ്ഞെന്താ, നമ്മൾ നാളെ ഒരു ദീനിന്റെ ഒരു ദഅവത്തിന് വേണ്ടി കോഴിക്കോട് ജമാഅത്ത് പോവാണ്, 10 പേര് ആ ബസ്സിൽ ഇരിക്കുന്നു, ഞങ്ങൾക്ക് പലിശയായിട്ട് ഒരു ബന്ധവുമില്ല. പലിശ ആ വണ്ടി പലിശയുടെ വണ്ടിയാണ്. അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി. ഈ 12 മണിക്കൂറും പലിശയുടെ മുകളിൽ തന്നെ നമ്മൾ ഇരുന്ന് പോകേണ്ടി വരും എന്ന് റസൂലുള്ള ഞങ്ങൾ പറഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? ആശുപത്രിയിൽ പോകുന്നു, എല്ലാം പലിശയ്ക്ക് ലോൺ എടുത്തിട്ടല്ലേ അത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയ. ബാങ്കുകാർ അവിടെ തന്നെ ഒരു ബാങ്ക് സ്ഥാപിച്ചേക്കാണ്. ദിവസം തോറും മനുഷ്യനെ കുത്തി കീറിയിട്ട് ആ പൈസ അതിനകത്തോണ്ടിട്ട് നിറച്ചു കൊടുക്കണം. നിറച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ ഹോസ്പിറ്റലിലും അവിടെ തന്നെ ഒരു കൗണ്ടർ, ഓരോ ബാങ്കിന്റെ കൗണ്ടർ പലിശ കൊടുത്ത് പലിശയ്ക്ക് പണം എടുത്തിട്ട് വീട് വെച്ചിട്ട് ആ വീട്ടിൽ പോയി രാവിലെ ഉസ്താദ് ഫാത്തിഹ ഓതിയിട്ട് കോഴിക്കാല് തിന്നും പോർക്കണം. 50 ലക്ഷം രൂപയുടെ വീട്, 20 ലക്ഷം ഞങ്ങളുടെ കയ്യിൽ പൈസ, 30 ലക്ഷം ബാങ്ക് എടുത്താണ് ഉസ്താദെ, ബാങ്കിൽ നിന്ന് ലോണാണ്. ടൈൽസിൽ കൂടെ ചൂട് പലിശ അടിച്ചു കയറും ചന്തയിൽ കൂടെ മുകളിലോട്ട്. ചിന്തിച്ചാ മതി. റസൂൽ തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, പലിശയായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് പലിശ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നടക്കുന്ന മൊത്തം അങ്ങനല്ലേ? സൂക്ഷിക്കണ്ടേ, 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 കഴിവത് സൂക്ഷിക്കുക. ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പോലും EMI ആയി, ഒരു തലങ്ങണി വാങ്ങുന്നത് EMI. ഇവന്മാരിങ്ങനെ വെച്ചിരിക്കുക 0% വെച്ച്. ശരവതി ഉസ്താനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതൊക്കെ ഹലാലാണെന്ന് ചോദിച്ചു. എല്ലാ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിച്ച വ്യക്തിയാണ്. ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചു. നമ്മൾ വിചാരിക്കും 0% എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിൽ വെക്കും. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടേ ഇല്ല. അത് തെറ്റാണ്, അങ്ങനെ കൊടുക്കാനേ പാടില്ല. 0% ആണ് എന്ന് പറഞ്ഞൊക്കെയാണ് നമ്മൾക്ക് വരുന്നത്. 1% ഇല്ല. അവസാനം നമ്മളെല്ലാം ഓക്കെ പറയാൻ പോകുമ്പോൾ അവസാനം പറയും ഇത് സർവീസ് ചാർജാ ഉസ്താദ്, ഇത് സർവീസ് ചാർജാ. ചിന്തിച്ചു നോക്കി, അതൊക്കെ വായിക്കണം. കുറെ പേപ്പർ ഉണ്ട്, അവരൊരു തൗറാത്ത് നമ്മുടെ മുന്നിൽ തരും, നമ്മളതൊക്കെ ഒപ്പിട്ടം കൊടുക്കും. വല്ല അറിയോ? വായിച്ചിട്ടുണ്ടോ? വായിക്കാൻ വല്ല വിവരം വേണ്ടേ വായിക്കാൻ? ഈ 90 പേപ്പർ ഇംഗ്ലീഷ് എഴുതിയിട്ടാണ്. നമുക്ക് 10 ലക്ഷം രൂപയുടെ ലോൺ വേണം, ചിലപ്പോൾ 50,000 രൂപയുടെ ഒരു മൊബൈൽ എടുക്കാൻ പോവാണ്. ഈ 90 പേപ്പറിനകത്ത് ഒപ്പിട്ട് കൊടുക്കും. ഒരു കാർ എടുക്കാൻ പോവാണ്, കാർ, ഒരു സ്കൂട്ടർ എടുക്കാൻ പോവാണ്, ഒപ്പിട്ട് കൊടുക്കും. സഫിയ, നീ സ്കൂട്ടർ എടുക്കാൻ പോയിട്ട് ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടാ? ഇതെന്താ എഴുതിയിരിക്കുന്നത്? ആരും എഴുതിയിട്ട് വായിക്കാനല്ല, അത് വായിക്കാൻ പറ്റൂലല്ലോ. വായിക്കാതിരിക്കാനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുന്നു, ഓപ്പറേഷൻ കയറ്റി ഭാര്യയെ ഒപ്പിട്ട് കൊടുക്കണം. എന്തുവാ എന്നൊന്നും നോക്കണം, എങ്ങനെ രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന്. രക്ഷപ്പെടുത്തുന്നല്ല പറഞ്ഞത്, അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, സമ്മതമാണോ എന്നാ ചോദിച്ചത്. അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, സമ്മതാണോ? വേറെ മാർഗമില്ല, ഒപ്പിട്ട്. പിന്നെ മയ്യത്താട്ട് വരുമ്പം നിങ്ങൾ ഒപ്പിട്ടതുപോലെ തന്നെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം. എല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ, എല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ, എല്ലാം. അവിടെ ചിന്തിച്ചാൽ മതി സുഹൃത്തുക്കളെ, നമ്മൾ വെറുതെ പറയല്ല. എല്ലാവർക്കും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, ഇതുപോലെ കടിച്ചു പൊളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹെ പേടിച്ചിട്ടാണ്. അല്പമെങ്കിലും സൂക്ഷിക്കുക, 100% വേണ്ട, അല്പം. പറ്റുന്നത് പോലെ നമുക്ക് പലിശ ഒഴിവാക്കാൻ പറ്റും. നമുക്കിപ്പോ ലോൺ എടുക്കലും പലിശയ്ക്ക് പണം എടുക്കലും ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ സ്വർണം വെക്കലും ഇതൊക്കെ ഈസിയായി. ബാങ്കിൽ ക്യൂ നിൽക്കുകയാണ് മുസ്ലിം പെണ്ണുങ്ങൾ, ഇങ്ങനെ ഈ പരതായിട്ടൊക്കെ ഇട്ട് പണയം വെക്കാൻ. അല്ല, ബാങ്ക് ഇപ്പൊ നമുക്ക് ആവശ്യമാണ്, ഇപ്പൊ അത് ഹറാമാ വേണ്ടെന്ന് പറയാൻ അത്രയും സൂക്ഷ്മത പാലിക്കൽ വലിയ ബുദ്ധിമുട്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ വിഷയവും ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ പലിശകൾ നോക്കണം. നമുക്ക് ഇൻകമിങ്ങിൽ വരുന്ന പലിശ നമുക്ക് നോക്കണം. ആ ഇൻകമിങ്ങിൽ വരുന്ന പലിശ എടുത്ത് നമ്മൾ മാറ്റി ആർക്കെങ്കിലും അത് വെറും സാധുക്കൾക്ക് ഒരു നിയത്ത് പോലും ഇല്ലാതെ കളയുന്നത് പോലെ കൊടുത്തേക്കണം. പലിശയുമായി ബന്ധപ്പെട്ട സംഭവം അത് നമുക്ക് വേണ്ട. നമുക്ക് ഹലാലായ നമ്മൾ കഷ്ടപ്പെട്ട പണം മതി നമുക്ക്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ബാക്കിയൊക്കെ വിട്ടേക്ക്. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി 10,000 രൂപ മാസം തോറും കൊടുത്തിട്ട് 10 ലക്ഷം രൂപയുടെ ചികിത്സ ഉണ്ടെന്ന് പറയുമ്പോൾ ഏറ്റെടുത്ത് വെച്ചിരിക്കുക. ഇവൻ ഇപ്പോഴെ നിയത്തി ചെയ്ത് എനിക്ക് നാളെ അറ്റാക്ക് വരും, എനിക്ക് നാളെ കിഡ്നി രോഗം വരും, എനിക്ക് നാളെ ഹാർട്ടിന്റെ പ്രശ്നം വരും, എനിക്ക് നാളെ സ്ട്രോക്ക് വരും. ഇവനങ്ങ് തീരുമാനിച്ചിട്ട് പോയി ഹെൽത്തിന്റെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുക പ്രൈവറ്റ്. 10,000 രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള 10 പേർക്ക് 10 ലക്ഷം രൂപ വെച്ചുള്ള ഒരു വർഷത്തെ ഫ്രീ ചികിത്സ. ഹറാം. നമുക്ക് വേണ്ട. നമുക്ക് പാവപ്പെട്ട മെഡിക്കൽ കോളേജ് ഉണ്ട്, ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുക. അള്ളാഹ് അതിൽ ശിവ തരും.
സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്യല്ലേ, അള്ളാഹ് അതിൽ ചികിത്സ. നമ്മളീ 10 ലക്ഷം എടുത്തിട്ട് ആശുപത്രിയിലത്തെ രോഗം നാളെ വരും ഒന്നും പിടിച്ചിരിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. റബ്ബിന്റെ അടുക്കൽ ദുആ ചെയ്യ്, പടച്ചവനെ അങ്ങനെ വലിയ രോഗമൊന്നും വരാൻ നീ സഹായിക്കണേ അള്ളാഹ്. ഇനി അങ്ങനെ രോഗം വന്നാൽ ഹലാലായ പൈസ കൊണ്ട് നിന്റെ ശരീരത്തെ നീ സഹായിക്ക്, ചികിത്സിക്ക്. ഹറാമിന്റെ പൈസ കൊണ്ട് നീ ചികിത്സിച്ചാൽ മൂത്രം കൊണ്ട് നിന്റെ വസ്ത്രം കഴുകിയവനെ പോലെയാവും. നമുക്കത് വേണ്ട. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ കമാ അമറ ബിഹൽ മുർസലീൻ. യാ അയ്യുഹർ റസൂലു ഖുലൂ മിനത് തയ്യിബാത് വഅമലൂ സാലിഹാ. പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് കഴിക്കണേ, നന്മ ചെയ്യണേ, സാലിഹായ അമലുകൾ പ്രവർത്തിക്കണേ എന്ന് അല്ലാഹു തആല പ്രവാചകന്മാരോട് പറഞ്ഞതുപോലെ സത്യവിശ്വാസികളായ നമ്മളോടും അല്ലാഹു പറയുകയാ, നല്ലത് കഴിക്കണേ, നല്ലത് കൊടുക്കണേ, നല്ലത് സമ്പാദിക്കണേ, നല്ല അമലുകൾ നിങ്ങൾ ചെയ്യണേ. നമ്മുടെ ചങ്ങാതി പെണ്ണുങ്ങളൊക്കെ ഈ പർദായി ഇട്ട് തലയിൽ തുണി ഇട്ടിട്ടൊക്കെയാണ് പോയിട്ട് ലോട്ടറി കച്ചവടം നടത്തുന്നത്. ഭയങ്കര വിഷമം വരും. പറയാൻ പേടിയാ, അവരോടൊക്കെ അടുത്ത് പോയി കാണും. പറയാൻ പേടിയാ. എന്റെ പെണ്ണുങ്ങളെ എന്തിനാ അങ്ങനെ പോകുന്നത്? ഒരു ജോലി വേണ്ടായോ ഉസ്താദെ? ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ജോലിക്ക് നിൽക്കി. അൽഹംദുലില്ലാ, വലിയ പണിയൊന്നും ഇല്ലാത്ത ജോലി എത്രയോ വീടുണ്ട്. ഒരു 10,000-15,000 രൂപ മാസം കിട്ടും. അൽഹംദുലില്ലാ, മാസം 10,000-15,000 രൂപ കിട്ടും. പോരെ, ബർക്കത്താണ്. ഭക്ഷണം കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 15,000 രൂപ കിട്ടും. ഇന്ന് ജോലിക്ക് ആളിനെ ഇല്ല. ശരി, പ്രസവം എടുക്കാൻ പോ 40,000, 50,000, 1 ലക്ഷം വരെ ഇപ്പൊ ഉണ്ട്. പ്രസവം എടുക്കാൻ പോ, എന്താ റാഹത്തല്ലേ? ആ പ്രസവം 40 ദിവസം നിൽക്കൂല, ഒരു 10-28 ദിവസം 30 ദിവസമൊക്കെ നിൽക്കും. അപ്പോഴേക്കും അടുത്ത ആള് പ്രസവിക്കും. അപ്പൊ അങ്ങോട്ട് സിൽസിലയായിട്ട് ഇങ്ങനെ പ്രസവിച്ചോണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ പൈസ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പണിയെടുത്ത് എന്തിനാണ് ഈ ലോട്ടറി കച്ചവടത്തിന് പോണത്? നാളെ നരകത്തിൽ പോണോ മോളെ? ഫാത്തുമ്മ, സുബൈദ, ഖദീജ, നാളെ പോണോ? നിന്റെ മയ്യത്തോടെ കൊണ്ടുവച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വറഹംഹാ വഅഫു അൻഹാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ദുആ ചെയ്തിട്ട് നാളെ നരകത്തിൽ കൊണ്ട് വലിച്ചിടണോ? വിടണോ? പോണോ? നാളെ ആരുണ്ടാവൂല. ആ ഖബറിന്റെ ഉള്ളിൽ നിന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവൂല. അന്ന് നീ മനസ്സിലാക്കും, പടച്ചവനെ, ഞാൻ സമ്പാദിച്ച എന്റെ സമ്പാദ്യം ഹറാമായിരുന്നു, അല്ലാഹ് അറിയില്ല, അല്ലാഹ് ഒന്ന് രക്ഷപ്പെടുത്തണല്ല. ഇല്ല മോളെ, ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ട് ഈ ഹറാമും സമ്പാദിച്ചിട്ട് ഖബറിൽ പോകുന്നവരെ കുറിച്ച്, വൈലുൽ അഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. പാവങ്ങളുമായി, തെറ്റുകളുമായി, ഹറാമായ ഭക്ഷണവും തിന്ന ശരീരവുമായി ഖബറിലേക്ക് വരുന്നവരെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. അവരുടെ ഖബറിലേക്ക് ഇറങ്ങി വരുന്നത് കറുത്ത പാമ്പുകളാണ്. ഹയ്യത്തുൻ ഇൻദ റഅസി വഹയ്യത്തുൻ ഇൻദ റിജ്ലി. ഒരു പാമ്പ് അവന്റെ തലയുടെ ഭാഗത്ത്, മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത്. യഖറുസാനിഹാ ഹത്താ യൽതഖിയാ ഫീ വസതിഹി. രണ്ട് ഭാഗത്തു നിന്നും കൊത്തി അവന്റെ നെഞ്ചിന്റെ അരികിലേക്ക് വരുമ്പോ ഫയഖൂലു, അവൻ പറയുമത്രേ, ഈ ഖൽബല്ലേ ഡിസ്ക്, അതല്ലേ നമ്മുടെ എഞ്ചിൻ, അതല്ലേ നമ്മെ പ്രവർത്തിപ്പിക്കുന്നത്, അതല്ലേ നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോയത്. ആ ഖബറിന് വരുന്നതിന് മുമ്പേ, ഖബറിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തൗബാ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാതെ പൊന്നുമോളെ, ആ ഖബറിലേക്ക് നീ പോകുമ്പോ ഈ പാമ്പ് നിന്റെ നെഞ്ചിലേക്ക് കൊത്തുമ്പോ, ആ ആഴത്തിലുള്ള മുറിവ് കാണുമ്പോ നീ വിളിക്കുന്ന വിളിയാണ് ആയിഷ ബീവി പറഞ്ഞത്, അവൻ മടക്കത്തെ ചോദിക്കുമത്രേ. ഫയഖൂലു, അവൻ ചോദിക്കുകയാണ്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാ. അവന്റെ നിലവിളി കേൾക്കുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, ഖദ്
ദുനിയാവിൽ 70 വയസ്സ് വരെ അനുഭവിച്ചവനല്ലേ, 50, 40, 60 വയസ്സ് വരെ അനുഭവിച്ചവനല്ലേ. ആ ദുനിയാവിൽ നിനക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ആയുസ്സും ആരോഗ്യം അല്ലാഹു തന്നിട്ട് ആ ദുനിയാവിലെ പാഠം പഠിക്കാതെ തെറ്റുകളെ തിരുത്താതെ ഇന്ന് നീ ഇവിടെ വന്ന് നിലവിളിക്കുന്നതിൽ അർത്ഥമില്ല. കദാലികൽ അദാബ് ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ ഇതായിരിക്കും നിന്റെ ശിക്ഷയെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. വേണോ കുത്തുള്ളണോ പോയിട്ട് പാമ്പിന്റെ ഒരു നീർക്കോലിയുടെ കുത്തുള്ള നമ്മളെ കൊണ്ട് പറ്റൂല. ഒരു രാജവമ്പാലെ ദുനിയാവിയോട് വെച്ച് കാണുമ്പോഴേ പേടിയാണ്. പിന്നെ അവിടെ പോയിട്ട് അങ്ങനെ അക്കബറി കിടക്കണം, ഒറ്റയ്ക്ക് കിടക്കണം. ഹദീസ് സഹിഹ എടുത്തു വെച്ച് നോക്കിക്കോളി. ഇനി ആയത്തും ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയാണ്, ഹറാമിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് ദുനിയാവിന് കൊടുത്തിട്ട് ദുആറിക്കിട്ട് അല്ലാഹ് ബർക്കത്താണ് അല്ലാഹ് ബർക്കത്താണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അതിൽ ബർക്കത്ത് ചെയ്യൂല. ഉള്ളത് മതി, കുറച്ച് മതി, ഹലാലായിട്ട് സമ്പാദിച്ചിട്ടുള്ളത് മതി, സന്തോഷമായിട്ട് ബർക്കത്തായിട്ട് ഉള്ളത് കൊണ്ട് ജീവിക്കുക. അതിൽ വലിയ ഹൈറ വെറുതെ പറയല്ല, അതിൽ വലിയ ബർക്കത്ത. നമുക്ക് വേണ്ട ആ ലോട്ടറിയൊക്കെ വലിച്ചേർ തൂറകളാ, അതൊക്കെ എടുത്ത് കളാ. എന്റെ പൊന്നു പെങ്ങളെ, നിനക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കച്ചവടം ചെയ്യാം. എത്ര എന്തെല്ലാം കച്ചവടം ഇന്നത്തെ കാലത്ത്. ഒരു ചായക്കട തുടങ്ങ്, 5 രൂപയുടെ കടി തുടങ്ങ്. ഞങ്ങൾക്ക് വന്ന് കുടിക്കാമല്ലോ ഇടയ്ക്കിടയ്ക്ക്. 5 രൂപയുടെ കടി, ഒരു ചായ, ഒരു കടി. കേരളത്തിലൊക്കെ എത്ര ഇടത്താ ഈ ചായ കച്ചവടം? ഭയങ്കര ലാഭമാണ്, ഭയങ്കര ലാഭമാണ്. നമ്മളൊക്കെ മുസ്ലിയാരായി പോയതുകൊണ്ടാ, പോയി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭയങ്കര കച്ചവടമാണ്. ക്യൂ നിന്ന് ആളുകൾ കുടിക്കുകയാണ്. നല്ല നല്ല കച്ചവടം. നല്ല ഒരു ഷവായുടെ കട തുടങ്ങ്, ഷവർമ്മയുടെ കട തുടങ്ങ്. ഹലാലായിട്ട് എന്തെല്ലാം ബിസിനസ് ഉണ്ട്. മാഷാ അല്ലാഹ്, എന്തെല്ലാം ബിസിനസ് ഉണ്ട്. ഹലാലായ കച്ചവടം തുടങ്ങ്. എന്തിന് ഹറാമ സമ്പാദിച്ച് നരകത്തിൽ പോണം? എന്തിന് നിസ്കരിക്കണം? അല്ലാഹുവാണ് നിസ്കാരം സ്വീകരിക്കൂലേ, ദുആ സ്വീകരിക്കൂല. ഫഅന്നാ യുസ്തജാബു ലഹു മത്അമുഹു ഹറാം മശ്റബുഹു ഹറാം മൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാം, അവൻ കഴിച്ചത് ഹറാം, കുടിച്ചത് ഹറാം. ഫഅന്നാ യുസ്തജാബു ലഹു. പിന്നെ എങ്ങനെ അവന്റെ ദുആ സ്വീകരിക്കും? ആളുകൾക്ക് ഇപ്പോൾ രസമാണ് ഈ പലിശക്ക് ഇങ്ങനെ പൈസ എടുക്കാൻ. അള്ളക്ക് രസമാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കും. ലോട്ടറി കച്ചവടം നമുക്ക് വേണ്ട, ഈ പലിശയുടെ ഇടപാട് നമുക്ക് വേണ്ട. ഹലാലായത് സമ്പാദിച്ച് ഹലാലായ മക്കളെ വാർത്തെടുക്ക്. ഈ മക്കള് വന്ന് കബറിനെടുക്കുന്ന എന്നിട്ട് വാപ്പിച്ചാക്കൊണ്ട് ദ്വാരക്ക. അള്ളാഹുവേ, എന്റെ ഉപ്പാക്ക് നീ പൊറുക്കണേ പടച്ചവനെ, എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ പടച്ചവനെ. വലിയ ഇബാദത്തൊന്നും ഇല്ലായിരുന്നു എന്റെ വാപ്പാക്ക്. അല്ലാ, എന്റെ ഉപ്പച്ചാക്ക് വേണ്ടി ഞാൻ ഇബാദത്തെടുക്കാം, നീ ഒന്ന് പുറത്തു വിടല്ല. ആ കുരുന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ദുആ ഉണ്ടല്ലോ, വല്ലാഹി റബ്ബുൽ ഇസ്സ സ്വീകരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട, ഉള്ളത് മതി. ഉള്ളത് ഹലാലായ രീതിയിൽ നമ്മൾ അൽഹംദുലില്ലാ അവർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കും. എന്നാൽ ഈ കുട്ടിയെ നമുക്ക് ഉണക്കപ്പെടും. നിങ്ങളിപ്പോ ഈ ഖുർആനിന് വേണ്ടി ചെലവാക്കുന്ന പൈസ, മാഷാ അല്ലാഹ്, ഖുർആനിന് വേണ്ടി ചെലവാക്കിയാൽ എന്താ അതിന്റെ ഗുണം? എന്ത് കിട്ടും? ഖബറിൽ ഗുണം കിട്ടും. ഖബറിലെ ഗുണമുള്ളോ? ആഖിറത്തിൽ ഗുണം കിട്ടും. ആഖിറത്തിലെ ഗുണമുള്ളോ? ഏറ്റവും വലിയ ഫ്ലാറ്റ് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മുകളിൽ തരും. ഏറ്റവും വലിയ ഫ്ലാറ്റ്, ഏറ്റവും വലിയ ഫ്ലാറ്റ്. പരിശുദ്ധമായ ഖുർആനിലൂടെ ഖുർആനിനെ ആര് സ്നേഹിച്ചോ, അൽ ഖുർആനു ഗിനാ. ഏറ്റവും ഫുലൂസ് ആർക്കൽ വേണോ? ഫുലൂസ് ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ, അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. അബൂബക്കർ പറയല്ല, ഹദീസ് പറയുകയാണ്. നിങ്ങൾ എടുത്തു വെച്ച് നോക്കി. അൽ ഖുർആനു ഗിനാ. ഖുർആൻ സമ്പത്താണ്, ഫുലൂസാൻ. ലാ ഫഖറ ദൂനഹു വലാ ഗിനാ ബഅദഹു. ആ ഖുർആൻ ഇല്ലാതെ, ആ ഖുർആനിനെ കളഞ്ഞിട്ട് ഒരു ദാരിദ്ര്യവും വരൂല, ഒരു സമ്പത്തിൽ ബർക്കത്തും കിട്ടൂല. ആ ഖുർആനെ കളഞ്ഞിട്ട്. ആ ഖുർആൻ നിങ്ങൾ ഓതി നോക്ക്, ഖുർആൻ ഓതി നോക്ക്. സൂറത്തുൽ വാഖിഅ ഓതി, കടം മാറും. ഉസ്താദ് വന്ന് നമുക്ക് ദുആക്ക് സമയമായി, ഞങ്ങൾ നീട്ടി പോവല്ല, ഇപ്പൊ നിർത്തും ഇൻഷാ അല്ലാഹ്. 9 മണി എന്ന് പറഞ്ഞത് 9:10 പോയി. ഇനി ഹത്തം തീർക്കണം, 10 മണിക്കെല്ലാം തീർക്കും ഇൻഷാ അല്ലാഹ്. മരിച്ചാലും 10 മണിക്ക് മയ്യത്തെടുക്കാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ അത് ഓതിയാൽ നമ്മുടെ ദാരിദ്ര്യം മാറും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുമ്പോ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അമീറുൽ മുഅ്മിനീൻ വന്നിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നു.
രോഗിയായി കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചു, അല ആമുറു ലക ബിതബീബ്, ഞാനൊരു ഡോക്ടറെ പറഞ്ഞു വിടട്ടെ? അദ്ദേഹം പറഞ്ഞു, അത്തബീബു അംറലനി, ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത്, അതുകൊണ്ട് ഡോക്ടറിനെ ഒന്നും ആവശ്യമില്ല, ആ ഡോക്ടറിന് ഇഷ്ടമുള്ളപ്പോ മാറ്റട്ടെ, അങ്ങനെ പോട്ടെ. രണ്ടാമത് ചോദിച്ചു, അല ആമുറു ലക ബിഅതാ, നിങ്ങൾക്ക് 8 പെമ്മക്കളുണ്ട്, 8 പെമ്മക്കളുണ്ട്. ഈ 8 പെമ്മക്കൾ നിങ്ങൾ വളരെ വിഷമത്തിലാണെന്ന് എനിക്കറിയാം, ദാരിദ്ര്യത്തിലാണെന്നറിയാം. നിങ്ങൾ മരിച്ചു പോയാല് അതിനുശേഷം ആ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങളുടെ പേർക്കിട്ട് തരാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കയിൽ കിടന്നിട്ട് തന്നെ പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖറഅൽ വാഖിഅ കുല്ല യൗമിൻ ലം തുസിബുഹു ഫഖ്റുൻ വഫഖ. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും സൂറത്തുൽ വാഖിഅ എല്ലാ രാവിലും ഓതിയാൽ, എല്ലാ ദിവസവും ഓതിയാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂലെന്ന് എന്റെ ഹബീബ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ 8 പെമ്മക്കൾക്കും ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവരത് ഓതുന്നുമുണ്ട്. അതുകൊണ്ട് യാ അമീറൽ മുഅ്മിനീൻ ലാ ഹാജത ലി, നിങ്ങളുടെ പണം എനിക്ക് വേണ്ട. നമ്മൾ അന്നെങ്കിൽ കിടന്നിട്ട് ഇങ്ങനെ പറയും, മുഖ്യമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കടേ, ആ വാർഡ് മെമ്പറെ വിളിച്ച് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കടേ, ആ കൗൺസിലറിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കടേ. കിടക്കയിൽ കിടന്ന് ചാവാറായി, അന്നേരം പുലൂസ് പണം എന്നാണ് അവന്റെ ആഗ്രഹം. ചോദിക്കാണ് മഹാൻ അവர்கள் വഫാത്തിനും അടുത്ത സമയമാണ്, 8 പെമ്മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്റെ മക്കൾ പട്ടിണിയാവൂല, എന്റെ മക്കൾ ആരുടെ മുന്നിൽ തെണ്ടയില്ല, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹം സമ്മതിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശ്വസിക്ക്, ഓതി നോക്കി. അസുഖം വരുന്നു, കിടന്ന് അസുഖം, എപ്പോഴും അസുഖം, നടുവിനങ്ങ് വേദനയടി, ഞാൻ അവിടെ എല്ലാം പോയി, അസുഖം മാറുന്നുമില്ല, ഭണ്ടാരം അടങ്ങാൻ മുട്ടിനും വേദന, നടുവിനും. ഈ നക്കാപ്പിച്ച പറയാതെ നിങ്ങൾ ഒരു അല്പസമയം കുത്തിയിരുന്നിട്ട് റബ്ബേ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ من كان له هم أو غم أو سقم أو شدة فليكثر الله ربي لا أشرك به شيئا. ആർക്കെങ്കിലും വിഷമങ്ങളോ രോഗങ്ങളോ വേദനകളോ വ്യതകളോ രോദനങ്ങളോ ടെൻഷനുകളോ മനപ്രയാസങ്ങളോ മനോദുഃഖമോ ഉണ്ടെങ്കിൽ അവർ അധികരിപ്പിച്ച് പറയണേ, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. അങ്ങനെ അവർ എപ്പോഴും പറഞ്ഞാൽ സകല ടെൻഷനുകളും മാറിക്കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിശാചിന്റെ അസുഖമുണ്ടോ വീട്ടിൽ? ആർക്കെങ്കിലും മാനസിക രോഗമുണ്ടോ? ആർക്കെങ്കിലും മാനസിക സൂറത്തുൽ ബഖറ ഓത് കുത്തിയിരുന്ന് പാപ്പായി ഉമ്മായും മക്കളും എല്ലാം കൂടെ ഒരു ടേബിളിന്റെ മുകളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഉറക്ക ഓതണം, എന്നാലേ പോളൂ. ആ കട്ടിലിന്റെ കീഴിലും മെത്തയുടെ കീഴിലും അടുക്കളയിലും സ്റ്റോർ റൂമിലൊക്കെ ഒളിച്ചിരിക്കുന്ന ശൈത്താനൊക്കെ ഇറങ്ങണമെങ്കിൽ ഉറക്ക ഓതണം. കൂടുതലോ ഇരിക്കുന്നത് ബാത്റൂമിലാണ് കൂടുതൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബാത്റൂമിൽ പോയാൽ പെട്ടെന്ന് ഇറങ്ങാൻ തോന്നില്ല. പോയാൽ കുറച്ച് സമയം, ചിലർ ബാലരാമയും കൊണ്ടാ ബാത്റൂമിലോട്ട് പോകുന്നത്, ചിലർ കട്ടൻ പീടിയും കൊണ്ടാ ബാത്റൂമിലേക്ക് പോകുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ചിലർ ബെഡ് കാഫിയും കൊണ്ടുപോകും. ഇവിടെ ഒന്ന് ഇൻപുട്ട്, അവിടെ ഔട്ട്പുട്ട്, ഇത് രണ്ടും കൂടെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇറങ്ങാൻ തോന്നൂല. പിന്നെ അവിടെ വലിയ ഒന്നോടിയും വെച്ചിട്ടുണ്ട്. ഇവങ്ങനെ മുഴുവനെ നിന്ന് പതപ്പിച്ച് ഒരു കുളിയും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് 7:15 കയറിയതാ, 9:15 പുറത്തിറങ്ങുള്ളൂ. ശൈത്താൻ പിടിപ്പിച്ച് അവനെ മസാജ് ഇട്ട് ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്തോണ്ടിരിക്കാൻ ശൈത്താൻ. അതുകൊണ്ടാണ് കേറുമ്പോഴേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺ പെൺ ശൈത്താനിൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ആ ശൈത്താനൊക്കെ ഇറങ്ങി വരണം. അതുകൊണ്ട് ഉറക്കോദണം സൂറത്തുൽ ബഖറ, ഉറക്കോദണം. സത്യം വല്ലാഹി, നിങ്ങൾ ഒരു 21 ദിവസം ഓതി നോക്ക്. നിങ്ങൾ ഖുർആൻ എടുത്ത് വെച്ച് കളിക്ക്, എടുത്തങ്ങോട്ട് വെക്ക്, ഓത്. അൽഹംദുലില്ലാ, ഓടുന്നത് കാണാം. ആദ്യം വാപ്പ ഓടും, പിന്നാലെ ഉമ്മായി ഓടും. ഒക്കെ എല്ലാവരും ഏറ്റവും വലിയ ശൈത്താനുകൾ. മക്കൾ കിടന്ന് നല്ല റാഹത്തായിട്ട് ഉറങ്ങുന്ന സമയത്ത് വാപ്പ നിസ്കരിക്കാൻ പള്ളിയിൽ പോകും, ഉമ്മ പോയി നിസ്കാരപ്പായിൽ ഇരിക്കുകയും ചെയ്യും. 19 വയസ്സുള്ള മോള് കൂർക്കം വലിച്ചുറങ്ങുന്നു, 21 വയസ്സുള്ള മോൻ എരുമയെ പോലെ കിടന്ന് ഉറങ്ങുന്നു. വാപ്പ പള്ളിയുടെ 1ാമത്തെ സഫില്, ഉമ്മ അവിടെ ഉണ്ട്. നിസ്കരിക്കാൻ ഒന്നും ഉണർത്തി വിടൂല. എഴുന്നേക്കടി നിസ്കരിക്കടി. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കുഞ്ഞുങ്ങളോട് ആദ്യം ഉമ്മ പറയുന്നത് എന്താ? കയ്യും കാലം കഴിയിട്ട് പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കും.
എടി അസർ നിസ്കരിക്കും മോളെ, പെട്ടെന്ന് നിസ്കരിക്കും മോളെ, ഖലാവുന്നു മോളെ, അൽഹുർ നിസ്കരിച്ച മോളെ, പെട്ടെന്ന് നിസ്കരിക്കും പൊന്നു മോളെ, എന്നിട്ട് പോയി നീ ഒന്ന് പോയി ഭക്ഷണം കഴിക്കും മോളെ. പറയോ? ചിന്തിക്കണം ഇതൊക്കെ. നമ്മൾ ഏതിനാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്? ചിന്തിക്ക്. അതുകൊണ്ട് ഖുർആൻ പിടിച്ചാൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. വല്ലാഹി ഒരുപാട് പറയാനുണ്ട്, സമയമില്ല, നിർത്താണ്. ഖുർആൻ മുറുകെ പിടിച്ചോളി. അൽഹംദുലില്ലാഹ് ഈ ഖുർആൻ ഈ മക്കളെയൊക്കെ എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് 13 വർഷം. എത്ര ഹാഫിളീങ്ങളായി? 80ഓളം ഹാഫിളീങ്ങൾ 13 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് 7 മക്കൾ ഹാഫിളാവാണ്. 7 മക്കൾ ഹാഫിളാണ്. നിങ്ങളൊക്കെ കൊടുത്ത പൈസയാണ്. ഞാനൊരു 4-5 വർഷം മുമ്പ് ഇവിടെ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഇതാ അൽഹംദുലില്ലാഹ് മോളത്ത് എത്ര റാഹത്തായി. അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും ഇവിടെ ഫായിദയുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഒരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. റാഹത്തായിട്ട് അതിൽ നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. ഖുർആനെ സ്നേഹിക്കുന്നവരെ അല്ലാഹ് വിടൂല, വല്ലാഹി റബ്ബ് വിടൂല. അവരെ സന്തോഷിപ്പിച്ച് ചേർത്ത് പിടിക്കും. അവരുടെ സകല ആവശ്യങ്ങളും അല്ലാഹ് നടത്തി തരും. ഇത് വേറെ ഒന്നുമല്ല, അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാമാണ്. അതിൽ ഒരുപാട് മുഅ്ജിസത്തുകളൊക്കെ ഉണ്ട്. അതിൽ 1-2 എണ്ണക്കാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ശർവദി ഉസ്താദ് ഇവിടെ പറഞ്ഞത്. 1 മണിക്കൂർ അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. അപ്പൊ നല്ല കുറെ റാഹത്തായിട്ട് പറഞ്ഞു തരുമായിരുന്നു. സമയമില്ലാത്തത് കൊണ്ടാണ്. എന്റെ പ്രസംഗം ചുരുക്കായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കണം. ഒരുപാട് പോയിന്റുകൾ പറയും. പഠിക്കണം. ഖുർആനിലേക്ക് അങ്ങ് ഇറങ്ങി. ഗണിതമുണ്ട്, ശാസ്ത്രമുണ്ട്, കഥയുണ്ട്, പിന്നെ ചിരി ഫലിതങ്ങളുണ്ട്, എന്തെല്ലാം ഉണ്ട് ഖുർആൻ. എല്ലാം ഉണ്ട് ഖുർആനിൽ. അൽഹംദുലില്ലാഹ് നല്ല രസാ. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പോകട്ടെ, അതൊക്കെ ഇനി നമുക്ക് വരും കാലങ്ങളിൽ പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓതണം. എല്ലാവരും ഖുർആൻ ഓതണം. എല്ലാ ദിവസവും ഖുർആൻ ഓതണം. നമ്മളിവിടെ ഖബറിനെ കുറിച്ച് പറഞ്ഞു. പെങ്ങളെ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതിയിട്ടേ കിടക്കാവും. സൂറത്തു ദുഖാൻ ഓതണം, നരകത്തിൽ പോകൂല. സൂറത്തു ദുഖാൻ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് അത് ഓതണം. സൂറത്തുൽ ഖമർ ഓതണം, അള്ളാഹയെ കാണാം. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകൾ പറയാൻ സമയമില്ല, പറഞ്ഞു തീർക്കാണ്. രോഗം, പെണ്ണ് കെട്ടണോ, കല്യാണം കഴിക്കണോ, കല്യാണം നടക്കുന്നില്ലയോ, സൂറത്തു റഹ്മാൻ ഓത്. സൂറത്തു റഹ്മാൻ ഓത്. രോഗം മാറണോ, സൂറത്തു തഗാബുൻ ഓത്. വേദന മാറും ശരീരത്തിന്റെ, സൂറത്തു തഗാബുൻ ഓത്. സിഹറുണ്ടോ, സിഹറ് കൂടോത്രം ചെയ്തോ, ആരെങ്കിലും പട്ടിത്തല പൂച്ചത്തലക്കകത്ത് ചെയ്തെന്നോ ടെൻഷൻ ഉണ്ടോ? വേണ്ട. സുബഹി നിസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി കയ്യിൽ തടവ്. എപ്പോഴും ഒന്നുവോട് കൂടി നടക്ക്. മഗ്രിബിനും അതുപോലെ ഓത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അങ്ങനെ ഓത്. ഖുർആൻ ഓതാൻ പോവാണ്. അവൻ ഇപ്പോൾ ഹാഫിളാണെന്ന് തോന്നുന്നു പറഞ്ഞു വന്നപ്പോഴത്തേക്ക്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഓത്, മാറും, വല്ലാഹി മാറും. വെറുതെ പറയല്ല, ഖുർആനെ മുൻനിർത്തി പറയാണ്. 5-10 മിനിറ്റ്, അരമണിക്കൂർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നാളെ ഖിയാമത്ത്